നമസ്കാരം. ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ടാവും. അതിൽ തന്നെ മുടികൊഴിച്ചിലും സ്കിന്നിന് വരുന്ന പ്രശ്നങ്ങൾക്കും പുറമെ തന്നെ ജോയിൻറ്റുകളിലുണ്ടാവുന്ന വേദനയും തരിപ്പും മരവിപ്പും പ്രശ്നങ്ങളായാൽ പോലും അത് തുടങ്ങിയിട്ട് PCOD പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു പ്രധാന കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോണ് താരതമ്യേന കുറവായിരിക്കും ഏജ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പല ആഹാരങ്ങളും ചില മെഡിസിൻസും ഒക്കെ തന്നെ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഏതാണ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 മരുന്ന് കൂട്ടുകളൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യേണ്ട കാണാനും കൂടെ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ആർത്തവ ചക്രം നേരെയാക്കാൻ അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ എല്ലുകളുടെയും പല്ലിൻ്റെയും നഖത്തിൻ്റെയും ഒക്കെ തന്നെ ആരോഗ്യത്തിനായാലും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടും അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി കൂട്ടാനായാലും നമ്മുടെ ചില മാനസികാവസ്ഥകൾ മൂഡ് വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ, അതുപോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കം, ഇതിനെയൊക്കെ തന്നെ നമുക്ക് നേരെയാക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക കഴിവുള്ളതാണ് നമുക്ക് ഈ ഒരു ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോൺ. അപ്പം നിങ്ങളിൽ ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും ഇടയ്ക്കിടയ്ക്ക് മൂഡ് വേരിയേഷൻ വരിക, ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ ദേഷ്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം എപ്പോഴും ഒരു ഇറിറ്റേഷൻ പോലെ നിങ്ങൾക്ക് തോന്നുക, അല്ലെങ്കിൽ മുട്ടിനൊക്കെ തന്നെ തേയ്മാനം സംഭവിക്കുക, എവിടെയെങ്കിലും സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ചെറിയൊരു സൗണ്ടൊക്കെ തന്നെ കേൾക്കുക, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വന്നിട്ട് തേയ്മാനം വന്നിട്ട് നടക്കാൻ പോലും കഴിയാത്തത്ര വേദനയും തരിപ്പും മരവിപ്പും നീർക്കെട്ടും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ ചൂട് കയറുന്ന അമിതമായിട്ടുള്ള ചൂട്, ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവുക, രാത്രി നന്നായിട്ട് വിയർക്കുന്ന പ്രശ്നങ്ങൾ, വാജൈനൽ ഡ്രൈനെസ് അനുഭവപ്പെടുക, അതുകൊണ്ട് തന്നെ സെക്ഷൽ ലൈഫ് വളരെയധികം ബുദ്ധിമുട്ടിലാവുക, ഇടയ്ക്കിടയ്ക്ക് ആർത്തവ ചക്രം ഇറഗുലറായിട്ട് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് മാത്രം, വയറ് മാത്രം ചാടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, ഇതുപോലെ ജോയിൻറ്റ് പെയിന് കാര്യങ്ങളും മൂഡ് സ്വിങ്സും, ആങ്ഷൈറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡിപ്രഷൻ പ്രശ്നങ്ങളിലേക്ക് പോവുക, മെമ്മറി ഇഷ്യൂസ് വരിക, പെട്ടെന്ന് മറവി എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരിക, ഉറക്കം ശരിയായിട്ട് കിട്ടാതിരിക്കുക, സ്കിന്നിൽ വളരെയധികം ഡ്രൈനെസ്സും അല്ലെങ്കിൽ ചുളിവുകളൊക്കെ തന്നെ അധികമാവുക, മുടി വല്ലാണ്ട് കൊഴിയുക. ഞാൻ ഈ പറഞ്ഞുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഒരു പ്രധാന കാരണം ഈ ഈസ്ട്രോജൻ ഹോർമോൺ കുറയുന്നതാണ്. അപ്പോൾ ഇതിനെയൊന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആയുർവേദത്തിൻ്റെ വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വാദത്തെ ഒന്ന് ബാലൻസ് ചെയ്യുക, അതുവഴി നമ്മുടെ ധാതൂസിനെയൊക്കെ തന്നെ ഒരു പോഷണം കൊടുക്കുക, നറിഷ് ചെയ്ത് കൊണ്ടുവരിക, അതുവഴി നമുക്ക് ഹോർമോണിനെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ആയുർവേദ വ്യൂവിൽ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം ആഹാരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. ഒന്നാമത്തേത് എള്ളാണ്. തില സ്നിഗ്ധ ബല്യ കേശ്യ വാദഹര എന്നുള്ളത് എള്ളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കറുത്ത എള്ള് കഴിക്കുമ്പോൾ നമുക്കത് ശരീരത്തിന് തന്നെ ഒരു ബലം നൽകാനും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും അതുപോലെ വാദത്തെ കുറയ്ക്കാനായാലും ഇതുപോലെയുള്ള ബോണിൻ്റെയൊക്കെ തന്നെ സ്ട്രെങ്ത് കൂട്ടാനായാലും മുടി വളർച്ചയെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒന്ന് തന്നെയാണ് എള്ള്. എള്ളിൽ തന്നെ ചില കെമിക്കൽസ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. സെസാമിൻ, സെസാമോലിൻ, അതുപോലെ ഫൈറ്റോ ഈസ്ട്രോജൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് നമുക്ക് ഈസ്ട്രോജൻ ഹോർമോണിനെ ഉയർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. മെനോറിയ കേസിൽ അല്ലെങ്കിൽ ആർത്തവം ഒട്ടും വരാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, ഒലിഗോമെനോറിയ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരുപാട് ഇറഗുലറായിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഡിസ്മെനോറിയ, വളരെ വേദനയോട് കൂടിയിട്ടുള്ള ആർത്തവം അഭിമുഖീകരിക്കുന്നവരുണ്ട്. അതുപോലെ PCOD പ്രശ്നങ്ങളുള്ളവർ, അതിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനൊക്കെ ഓവുലേഷൻ കറക്റ്റ് ആക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് എള്ള് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഡൈജസ്റ്റീവ് സപ്പോർട്ടിനും നല്ലതാണ്, ദഹനം ശരിയായിട്ട് നടക്കാനും, ഇടയ്ക്കിടയ്ക്ക് ഫ്ലെച്ചുലൻസ് അല്ലെങ്കിൽ കീഴ്വായു ഒക്കെ പോകുന്ന പ്രശ്നങ്ങളോ വയറുവേദനയോ ശരിക്കും ദഹനം നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനും അതുപോലെ ജനറൽ വൈറ്റാലിറ്റിക്ക് നമ്മുടെ ജോയിൻറ്റിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിക്കാനും, അതുപോലെ ബോഡി വല്ലാണ്ട് നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത് അതിൽ നിന്നൊരു എനർജറ്റിക് ആക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നാണ് ഈ എള്ള് ചേർത്തിട്ടുള്ള ആയുർവേദത്തിലുള്ള ഒരു ഔഷധ കൂട്ടാണ് തിലക്വാദ ഗ്രാന്യൂൾസ് എന്നുള്ളത്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 50 ഗ്രാം വരെയൊക്കെ തന്നെയാണ് കഴിക്കാൻ പറയാതെ. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് എപ്പോൾ കഴിക്കണം എന്നുള്ളത് വേരി ചെയ്യാറുണ്ട്. ഭക്ഷണത്തിന് മുൻപേ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ സ്യൂട്ടബിളായിട്ട് രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുൻപായിട്ട് കഴിക്കാറുണ്ട്. ഒരു സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ
ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് തിലക്വാദ ഗ്രാന്യൂൾസ് എന്നുള്ളത്. എള്ളടങ്ങിയിട്ടുണ്ട്, അതുപോലെ അഗ്നിമന്ത എന്നുള്ള ഒരു ഔഷധം, അതിൽ നമ്മൾ മലയാളത്തിൽ മുഞ്ഞ എന്ന് പറയും. അതുപോലെ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി ത്രിക്കട്ടു, അതിൽ തിപ്പലി, കുരുമുളക്, ചുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള. അപ്പോൾ ഇത്രയും ഔഷധങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്ന, പ്രത്യേക അനുപാനത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഈ തിലക്വാദ ഗ്രാന്യൂൾസ് എന്നുള്ളത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് മാത്രമായിട്ടില്ല, നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ജനറൽ ഹെൽത്തിനും കൂടെ വളരെ നല്ലതാണ്. ദഹനം ശരിയാക്കി നല്ലൊരു മെറ്റബോളിസം ഓക്കെ ആക്കാനും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും നമുക്ക് സഹായിക്കും. രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് സുകുമാര ഘൃതമാണ്. ഇതൊരു 5 മുതൽ 10 ഗ്രാം വരെയൊക്കെ തന്നെ ഭക്ഷണത്തിന് മുൻപേ ആയിട്ട് ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള പാലിലോ ഒക്കെ തന്നെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ജനറൽ ഹെൽത്തിനും വളരെയധികം സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരുത്താനും, ഇതുപോലുള്ള ഒരുപാട് വയറുവേദന ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ വരുന്ന ഇത്തരം സ്ത്രീ രോഗങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഘൃതമായതുകൊണ്ട് ചില പഥ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും രോഗാവസ്ഥ നോക്കിയിട്ട് പ്രത്യേകം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് സ്വീകരിച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഔഷധങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് കൂടെ തന്നെ നമുക്ക് ശതാവരി സ്ത്രീ രസായനം എന്നുള്ളതാണ് പറയുന്നത്. സ്ത്രീകൾക്ക് വളരെ ഉപയോഗിക്കാൻ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ശതാവരി കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചെടുത്തിട്ട്, ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ക്ഷീരഭാഗ മെത്തേഡ്, പാലിലിട്ട് തിളപ്പിച്ച് വറ്റിച്ച് നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീ രോഗങ്ങളിലും തന്നെ നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ശതാവരി ക്ഷീരഭാഗ എന്നുള്ളത്. രണ്ടാമത്തേത് അശോകമാണ്. അശോക പൂവൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അശോക പൂവൊക്കെ ചതച്ച് ചേർത്ത് രസായന കൂട്ട് അല്ലെങ്കിൽ ഒരു ലേഹ്യം പരുവത്തിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത്തരം രീതിയിൽ അശോകത്തെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ അശ്വഗന്ധ ഒരു ചെറിയ ടീസ്പൂണ് നിങ്ങൾക്ക് പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നതും ഒക്കെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഈ ഹോർമോൺസിനെയൊക്കെ ഒന്ന് നോർമലാക്കാനായിട്ടും സ്ത്രീകൾക്ക് വളരെ ഗുണകരമായിട്ട് നല്ല ഉറക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 മരുന്ന് കൂട്ടുകളും വളരെയധികം ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത്തരം കണ്ടീഷൻസിൽ. ഇനി അതിന് പുറമെ നമുക്ക് എള്ള് ഉപയോഗിക്കാൻ പറഞ്ഞതിന് പുറമെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഭക്ഷണങ്ങളും കൂടെ ഉണ്ട്. അതിലൊന്ന് പാലാണ്. പാല് കഴിക്കുന്നത് നല്ലൊരു രസായന ആക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇത്തരം ഹോർമോൺസിനെയൊക്കെ തന്നെ നോർമലാക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു പോഷണമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഇത് വളരെ സ്ട്രോങ് ഫൈറ്റോ ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡ്സ്. ചെറുചണ വിത്ത് എന്ന് പറയും. ഇതും നമ്മുടെ ഹോർമോൺസിനെ എല്ലാം തന്നെ ബാലൻസ് ചെയ്യാൻ വളരെ ഉതകുന്ന ഒന്ന് തന്നെയാണ്. ഫ്ലാക്സ് സീഡ്സ് കഴിക്കേണ്ട വിധം ഒന്നുകിൽ നിങ്ങൾക്ക് അതൊരു നട്ട്സ് ബോളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഇത് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ സാലഡ്സിൻ്റെ മുകളിലൊക്കെ തന്നെ ഒന്ന് വിതറിയിട്ട് ഒരു സ്പൂണ് അങ്ങനെ നമുക്ക് ഡെയിലി ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നുകൂടെയാണ് ഫ്ലാക്സ് സീഡ്സ്. ഇനി നാലാമത്തേത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിൽ തന്നെ ഡേറ്റ്സും ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തും അങ്ങനെയെല്ലാം കഴിക്കാം. പിന്നെ ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ എനർജി ലെവൽ കൂട്ടാനും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. ഇനി ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. എല്ലാ ഇലക്കറികളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഒരു കാൽസ്യത്തിൻ്റെ സോഴ്സായിട്ടും അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ അസുഖങ്ങൾക്കും പറ്റുന്ന ഡയറ്റിൽ ഈ ഒരു ഇലക്കറികൾ പ്രധാനിയാണ്. ഇനി ആറാമത്തേത്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ശരീരത്തിനൊരു പോഷണം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഉഴുന്നും ഗോതമ്പും നവരയരിയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണ ക്രമീകരണം കൂടെ ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി എന്ന് വേണം പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും വളരെ ഇഫക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മരുന്ന് കൂട്ടുകളും ഭക്ഷണ രീതികളും ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇത്തരം പ്രശ്നങ്ങളുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. പേഴ്സണലി നമുക്കറിയാവുന്ന വന്ന കേസുകളിൽ നിന്നൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഈസ്ട്രോജൻ ഹോർമോൺ കുറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പലരിലും തന്നെ ഉള്ളത്. അതിൻ്റെ ഒരു കാരണം കണ്ടെത്തി ഇതുപോലുള്ള ഡയറ്റൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യും കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വ്യത്യാസം ഉണ്ടാവും. പലരും മുടി കൊഴിച്ചിലിനൊക്കെയുള്ള എണ്ണ മാറ്റി തേച്ചും ഒന്നും മാറുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഇതായിരിക്കും. അപ്പോൾ ഉള്ളിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പക്കയായിട്ട് കാണാനും പറ്റും. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.